ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മുളകിട്ട നെയ്മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നെയ്മീന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. 1 കിലോ നെയ്മീനാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. 1 കിലോ നെയ്മീന് വേണ്ട സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫ്രൈ പാനിൽ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അടുപ്പിൽ എണ്ണ ഒഴിച്ചു. എണ്ണയൊന്ന് ചൂടായതിനു ശേഷം ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഈ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി ഇതിലൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ 2 സവാളയും പിന്നെ കുറച്ച് 4-5 പച്ചമുളക്, ഒരു വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തക്കാളി, ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടായതിനു ശേഷം ഞാൻ ഇഞ്ചി ഒന്ന് വഴറ്റിയെടുക്കണം. ആദ്യം ഫസ്റ്റ് ഇഞ്ചി വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ വെളുത്തുള്ളി ഇട്ട് വഴറ്റും. ഇഞ്ചി ഒരു ബ്രൗൺ കളറാകുന്നവരെ ഇങ്ങനെ വഴറ്റിയെടുക്കണം. അതിനുശേഷം വെളുത്തുള്ളി ഇടും. അതുപോലെ വെളുത്തുള്ളിയും ഒരു ബ്രൗൺ കളർ വരെ വഴറ്റിയെടുക്കും. പിന്നെ കട്ട് ചെയ്ത് വെച്ച സവാളയും പച്ചമുളകും ഇട്ട് നല്ലപോലെ വഴറ്റി ഒരു ബ്രൗൺ കളറാകുന്നവരെ ആക്കിയെടുക്കും. അതിനുശേഷമാണ് തക്കാളി ഇടും ലാസ്റ്റ്. ഒരു ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം നല്ലോണം വഴറ്റിയതിന് ശേഷം മാത്രമേ ലാസ്റ്റ് തക്കാളി ഇടൂ. അങ്ങനെ ഉള്ളിയിലിട്ട് നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു ബ്രൗൺ കളറാണോ അതുവരെ വഴറ്റി എടുക്കും. അതിനുശേഷം മാത്രമേ ഈ കട്ട് ചെയ്ത് വെച്ച തക്കാളി അതിലേക്കിടൂ. അങ്ങനെ തക്കാളി ഞാൻ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് അതിൻ്റെ സമയം ഈ തക്കാളി കൂടി ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. അതിന് മുന്നേ ഇത് ഉള്ളി വെന്ത് നോക്കട്ടെ. ഉള്ളി വെന്തതിന് ശേഷം മാത്രമേ തക്കാളി ആഡ് ചെയ്യൂ. ഏകദേശം ഉള്ളി ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. നല്ലോണം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇനി തക്കാളി മിക്സ് ചെയ്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കും. അതിനിവിടെ കുറച്ച് ഉപ്പ് ഇടും. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് നല്ലോണം കുഴമ്പ് രൂപം പോലെ വഴറ്റിയെടുക്കും. അതിനുശേഷം പുളി വെള്ളം ഒഴിക്കണം. മീൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് മീൻ. അത് ആ ടൈമിനുണ്ട്. അങ്ങനെ ഉള്ളി ഇതെല്ലാം നല്ല രീതിയിൽ ജ്യൂസി പരുവത്തിലായി എടുത്തിട്ടുണ്ട്, ഉള്ളിയും തക്കാളിയെല്ലാം. അതിലേക്ക് ഇനി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഫിഷ് മസാല. ഞാൻ 2 സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഫിഷ് മസാലയും പിന്നെ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കും. 2 മിനിറ്റ് 3 മിനിറ്റ് വഴറ്റി നല്ല കളറായി, നല്ല റെഡ് കളറായി കേട്ടോ. ഞാൻ അതിലേക്ക് പുളിവെള്ളം ഒഴിക്കും. ഞാൻ പുളിയാണ് യൂസ് ചെയ്തത്. കാരണം എൻ്റെ കയ്യിൽ കുടംപുളിയില്ല. മീൻകറിക്ക് ബെസ്റ്റ് കുടംപുളിയാണ്. പക്ഷെ ഞാൻ കുടംപുളി വാങ്ങാൻ മറന്നുപോയി. നമുക്ക് കയ്യിലുള്ളത് വാളംപുളിയാണ്. വാളംപുളി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം പതച്ചതിന് ശേഷം മീനിടും. പതച്ച് നല്ല ഇതായി വന്നതിന് ശേഷം മീനിട്ട് ഇനി മീൻ ഇങ്ങനെ കഴുകിലിട്ട് കഴിഞ്ഞ ശേഷം പിന്നെ തവി വെച്ച് ഇങ്ങനെ അധികം ഇളക്കാൻ പോകണം. കാരണം നമ്മളെ നെയ്മീൻ സോഫ്റ്റാണ് നല്ലത്. എല്ലാം പോകും. പിന്നെ അതിൻ്റെ മുള്ള് സെപ്പറേറ്റ് ആയി പോകും. അങ്ങനെ മീൻ ഏകദേശം നല്ലോണം പതച്ച് കറി ഏകദേശം ആയി വീഴുന്നുണ്ട് നമ്മൾ കേട്ടോ. അങ്ങനെ മുളകിട്ട നെയ്മീൻ കറി ഏകദേശം ആയിട്ടുണ്ട്. നല്ലോണം പതച്ച്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട്